ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ 9 കേന്ദ്രങ്ങൾ സംബന്ധിച്ച് ആക്രമണം നടത്തുമ്പോൾ നമ്മളീ പറഞ്ഞ നേരത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഒഫീഷ്യൽ ഡേറ്റ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ വിശദീകരണം വരുന്നു. 10:30 അടിയന്തര യോഗം പാകിസ്ഥാനിൽ ചേരാൻ പോകുന്നു. അപ്പോൾ പാകിസ്ഥാന് ഒരു വലിയ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്നത്. പ്രജീഷ്, ഏറ്റവും പുതിയത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ തന്നെ പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം എക്സിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: ദ കണ്ണിംഗ് എനിമി ഹാസ് കാരിഡ് ഔട്ട് കവേർഡ്ലി അറ്റാക്സ് ഓൺ 5 ലൊക്കേഷൻസ് ഇൻ പാകിസ്ഥാൻ. അതായത് 5 ഇടങ്ങളിൽ ശത്രു ആക്രമിച്ചിരിക്കുന്നു. ഇന്ത്യ 5 ഇടങ്ങളിൽ ആക്രമിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഹാസ് എവറി റൈറ്റ് ടു റെസ്പോണ്ട് ഫോഴ്സ്ഫുള്ളി ടു ദിസ് ആക്ട് ഓഫ് വാർ ഇമ്പോസ്ഡ് ബൈ ഇന്ത്യ. ഇതൊരു യുദ്ധമായി പാകിസ്ഥാൻ കണക്കാക്കുന്നു. ഇതിന് തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ എല്ലാ അധികാരവും ഉണ്ടെന്ന് ഷഹബാസ് ഷെരീഫ് പറയുന്നുണ്ട്. ആൻഡ് എ ഫോഴ്സ്ഫുൾ റെസ്പോൺസ് ഈസ് ബീയിങ് ഗിവൺ. തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നിയന്ത്രണരേഖയ്ക്ക് സമീപത്തുള്ള ആർട്ടിലറി ഫയറിംഗ് ആണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. The entire nation stands with the Pakistani armed forces and the morale and spirit of the entire Pakistan nations are high. ഈ ലോകം മുഴുവൻ പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പം ഈ ഘട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നു, ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ദ പാകിസ്ഥാനി നേഷൻ ആൻഡ് ദ പാകിസ്ഥാനി ആംഡ് ഫോഴ്സസ് നോ ഹൗ ടു ഡീൽ വിത്ത് ദി എനിമി. എങ്ങനെ ശത്രുവിനെ നേരിടണം എന്ന് പാകിസ്ഥാനും പാകിസ്ഥാന്റെ സൈന്യത്തിനും അറിയാമെന്ന് ഷഹബാസ് ഷെരീഫ് പറയുന്നു. വി വിൽ നെവർ അലൗ ദ എനിമി ടു സക്സീഡ് ഇൻ ദെയർ നെഫേറിയസ് ഗോൾസ്. അതായത് ശത്രുവിൻ്റെ ദൗത്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഒരു തരത്തിലും പാകിസ്ഥാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു യുദ്ധമായി പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയാണ്. യുദ്ധമായിട്ടുള്ള രീതിയിൽ അവർ കണക്കിലെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ തിരിച്ചടി. അതിനെ അവർ ഒരു പ്രകോപനമായി തന്നെ കാണുന്നു. അവിടെയുള്ള ആളുകളെ, അവിടെയുള്ള സിവിലിയൻസിനെ അടക്കം ടാർഗറ്റ് ചെയ്തു, ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ വിശദീകരണം. 5 ഇടങ്ങളിൽ ഈ ആക്രമണം നടത്തിയെന്നുള്ള കാര്യമാണ് ഷഹബാസ് ഷെരീഫ് തന്നെ നേരിട്ട് എക്സിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അവർ അതിനെ ഒരു യുദ്ധമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കണക്കിലാക്കുന്നത്. എന്തായാലും ശക്തമായിട്ട് തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. അവർ ജെയ്ഷെ മുഹമ്മദും അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയും അടക്കം ഭീകര കേന്ദ്രങ്ങൾ, ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു ആക്രമണം. അതിൽ പങ്കെടുത്തിരിക്കുന്നത് കരസേനയും വ്യോമസേനയുമാണ്. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ നൽകുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ ദി കണ്ണിംഗ് എനിമി ഹാസ് ക്യാരിഡ് ഔട്ട് cowardly attacks on 5 locations in പാകിസ്ഥാൻ എന്നുള്ളതാണ്. അത് ഷഹബാസ് ഷെരീഫിന്റെ ഒഫീഷ്യൽ വേർഷനാണ്. അത് എക്സിൽ കുറിച്ചിരിക്കുന്നു.